പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളാണ് യഥാർത്ഥ ലെഫ്റ്റ്. വി ആർ ദ നെഹ്റുവിയൻ ലെഫ്റ്റ്. ഇടതുപക്ഷം എന്ന് പറയുന്നത് പരിപൂർണമായും മുതലാളിത്ത പക്ഷത്തേക്ക് ചായുകയും തൊഴിലാളികളെ മറക്കുകയും ഒരു കുടുംബാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഒരു നേതാവ് മാത്രമായി പിണറായി ചുരുങ്ങുകയും ചെയ്തൊരു കാലഘട്ടമാണ്. സുരേഷുമായ കൂടിക്കാഴ്ച നമ്മളെ ഇൻറ്റിമേറ്റ് സുഹൃത്താണ്. സ്വാഭാവിക തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ ആ നിലക്ക് നമ്മൾ ഒരു കുശലാന്വേഷണം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇപ്പോൾ ഞാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ട് മുൻകൂട്ടി ഒരു 1.5 കൊല്ലം മുമ്പ് ഇറങ്ങിയതാണ്. നമ്മൾ ഉയർത്തിയ പിണറായിസം തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് സുരേഷായാലും ജി സുധാകരനായാലും ഈ പറയുന്ന ഗോവിന്ദൻ മാഷായാലും നമ്മുടെ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണേട്ടനായാലും എല്ലാവരും ഈ ഒരു അവസ്ഥയിലാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞാലും ആരും പിണറായിസത്തിൻ്റെ പേരിൽ ഇടതുപക്ഷം വിട്ട് ഈ മറുഭാഗത്ത് വന്ന ആരും ഒറ്റപ്പെട്ടു പോകരുത്. അപ്പം അത് തെരഞ്ഞെടുപ്പ് കഴിയും, റിസൾട്ട് പലതുമാകാം. അപ്പോൾ അത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സൗഹൃദം അവർക്കൊക്കെ ഉള്ള എന്താ പറയുക ഒരു മാനസിക ബന്ധം, പിന്തുണ, അതൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എല്ലാവരെയും കാണുന്നുണ്ട്. കാണൽ നിർബന്ധമാണല്ലോ. കാരണം അതൊക്കെ അവസാന ഘട്ടത്തിലാണ്, ഇലക്ഷൻ സമയത്തായതുകൊണ്ട് ബേപ്പൂരിൽ നിന്ന് മൂവ് ചെയ്യാനുള്ള പ്രയാസം ഉണ്ടായതുകൊണ്ട് വ്യക്തിപരമായി കണ്ടില്ലെങ്കിൽ എല്ലാവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളാണ് യഥാർത്ഥ ലെഫ്റ്റ്. വി ആർ ദ നെഹ്റുവിയൻ ലെഫ്റ്റ്. ഇടതുപക്ഷം എന്ന് പറയുന്നത് പരിപൂർണമായും മുതലാളിത്ത പക്ഷത്തേക്ക് ചായുകയും തൊഴിലാളികളെ മറക്കുകയും ഒരു കുടുംബാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഒരു നേതാവ് മാത്രമായി പിണറായി ചുരുങ്ങുകയും ചെയ്തൊരു കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പ്രതിഷേധിച്ച് ജനനന്മ ഉദ്ദേശിച്ചിട്ട് വന്നവരാണ് ഞങ്ങൾ. ആരും ഈ പുറത്ത് വന്ന ആരും ലാഭകച്ചവടക്കാരല്ല. ഞങ്ങളൊക്കെ വമ്പൻ നഷ്ടം സഹിച്ചു വന്നവരാണ്. സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുക, ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സ് ഈ നാട്ടിൽ ഉണ്ടാവണമെന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആരും അതിൻ്റെ പേരിൽ യഥാർത്ഥ ലെഫ്റ്റിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് പുറത്തിറങ്ങിയതിൻ്റെ പേരിൽ നാളെ പിണറായിയുടെയും സംഘത്തിൻ്റെയും പീഡനത്തിന് വിധേയമാകാൻ പാടില്ലാരും. അതിനുള്ളൊരു ഐക്യമാണ്, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിലിപ്പോൾ സുരേഷ് കോൺഗ്രസിന് മെമ്പർഷിപ്പ് എടുത്തു എന്നാൽ പലരും ഒരു പാർട്ടിയിലും ചേരാത്ത ആളുകളുണ്ട്. അത്തരം ആളുകളെ കൂട്ടി എന്തെങ്കിലും ഒരു പുതിയ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ട്? അല്ല, അതൊക്കെ ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങളൊരു കൂട്ടായ്മയെ കുറിച്ചാണ് ആലോചിക്കുന്നത്. പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലക്കല്ല, ഒരു സംരക്ഷണം, ഒരു കൂട്ടായ്മ ഇവിടെ വേണം. ആരും ഒറ്റപ്പെട്ടില്ല, ആക്രമണത്തിന് വിധേയമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതെ. CPM നിന്ന് വിട്ടുവന്നപ്പോൾ ജി സുധാകരൻ സഖാവ് ഉൾപ്പെടെ ഇപ്പോൾ കണ്ണൂരിലേക്ക് പോയാൽ നമ്മുടെ ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെ ഉള്ള എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരും ഒന്ന് കാണുന്നു, സംസാരിക്കുന്നു, നോക്കാം നമുക്ക്. ഇപ്പോൾ ഇവിടെ PK ശശിയുടെ നേതൃത്വം അവരൊരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ അങ്ങനെ ഭാഗമാകുമോ, അത് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അതൊന്നും ഇപ്പോൾ ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഇതിന് വേണ്ടത് ഒരു കൂട്ടായ്മയാണ്. ഒറ്റപ്പെട്ടുള്ള ആക്രമണത്തിന് ഒരാളും വിധേയരാവരുത്. അതിനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം നമുക്കൊരുപാട് അനുഭവങ്ങൾ ഈ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ പിണറായി സംഘത്തിൻ്റെ ആക്രമണത്തിന് വിധേയമായ സാധ്യതയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ളൊരു കൂട്ടായ്മ, അത് പിന്നീട് ഒരു പ്ലാറ്റ്ഫോമോ സംവിധാനമോ, അത് പിന്നീട് അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അത് UDF ലീഡർഷിപ്പും കൂടിയുമായിട്ട് സംസാരിക്കേണ്ടതാണ്. അപ്പം ആ സംസാരിച്ചതിന് ശേഷം നമ്മൾ ആലോചിക്കും, സമയമുണ്ടല്ലോ.